നമുക്ക് എല്ലാവർക്കും അറിയാം, റെയിൽവേയിൽ വളരെയധികം സ്ത്രീകൾക്കെതിരെയുള്ള സെക്ഷൽ അസോൾട്ട് വർദ്ധിച്ചു വരികയാണെന്നുള്ള കാര്യം മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ മരണവുമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ റെയിൽവേയിൽ നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൽ, ഏതൊരു ടിക്കറ്റിലും 139 ഓർ 139 എന്ന് പറയുന്ന ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ നമുക്ക് ഏതൊരവസ്ഥ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന, ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന, പ്രത്യേകിച്ചും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ, പെൺകുട്ടികൾ, ടീനേജിലുള്ള ഇഷ്ടംപോലെ പെൺകുട്ടികൾ ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റലുകളിൽ നിന്നും വീടുകളിലേക്ക് പോവുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ, സ്ത്രീകൾ ഒരു കാരണവശാലും ഗോൾഡ് ധരിക്കാതിരിക്കുക. അത് റോഡ് ഗോൾഡ് ആണെന്നുണ്ടെങ്കിലും ധരിക്കാതിരിക്കുക. ഇനി നിങ്ങൾക്ക് ധരിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമലായിട്ടുള്ള ഗോൾഡ് ധരിക്കുക. കാരണം ഗോൾഡിനെല്ലാം വളരെയധികം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ സെക്ഷലി അസോൾട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ മാത്രമായിരിക്കില്ല ആളുകൾ സമീപിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കാനുള്ള, നിങ്ങളോട് മോശമായിട്ട് പെരുമാറാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ ധരിച്ചുകൊണ്ട് ആളുകൾക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം, തൊഴിലില്ലായ്മ വളരെയധികം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇന്ത്യ, കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് പല ആവശ്യങ്ങളുണ്ടായിരിക്കും, പണത്തിൻ്റെയും മറ്റുമായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ ജീവിതം കളയരുത്. ഒരുപക്ഷെ നിങ്ങൾ റോഡ് ഗോൾഡ് ആയിരിക്കും ധരിച്ചിട്ടുണ്ടായിരിക്കുക ഗോൾഡിന് പകരം. പക്ഷെ നിങ്ങളെ കൊള്ളയടിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്ക് അത് ഗോൾഡാണോ റോഡ് ഗോൾഡാണോ എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ബി കെയർഫുൾ. പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഫോണ് സംസാരിക്കുമ്പോൾ ജനലിൻ്റെ സൈഡിലുള്ള വശത്ത് നിങ്ങൾ ചെവിയിൽ വെച്ചിട്ട് സംസാരിക്കാതിരിക്കുക. ഫോൺ ഒരാൾ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുക എന്നുള്ളൊരു കാര്യം മാത്രമല്ല അവിടെ സംഭവിക്കുക. നിങ്ങളുടെ ഫോൺ ഒരുപക്ഷെ ജനലിൽ നിന്ന് താഴെ വെളിയിൽ വീണ് നഷ്ടപ്പെടാം, അല്ലെന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകാം. അതുകൊണ്ട് അതും വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോഴും നമ്മളിൽ പലരും, ഞാനടക്കമുള്ള പലരും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്.